കാസർഗോഡ് ദേശീയപാതാ നിർമ്മാണത്തിനിടെ അപകടാവസ്ഥയിലായ വീരമലക്കുന്നിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ പരിശോധന. ബംഗളൂരു പ്രാദേശിക കേന്ദ്രത്തിലെ വിദഗ്ധരാണ് വീരമലക്കുന്നിൽ പരിശോധന നടത്തിയത്. അനധികൃത മണ്ണെടുപ്പിനെതിരായ പൊതു താൽപര്യ ഹർജിയിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് സംഘം പരിശോധനയ്ക്കെത്തിയത്. വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ബംഗളൂരു പ്രാദേശിക കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ സുരേഷ് കുമാർ അടയപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വീരമലക്കുന്നിലെത്തിയത്. കുന്നിൽ മേഗ കൺസ്ട്രക്ഷൻ കമ്പനി അനധികൃത മണ്ണെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് MT സിദ്ധാർത്ഥൻ കേരള ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാരിനെ ഒന്നാം കക്ഷിയാക്കി പൊതു താൽപര്യ ഹർജി നൽകിയിരുന്നു. ഇത് പരിഗണിച്ചാണ് കോടതി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. കുന്നിന് താഴെ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശവും മുകൾ ഭാഗവും സംഘം വിശദമായി പരിശോധിച്ചു. ആദ്യത്തെ തീരുമാനം അദ്ദേഹം പറഞ്ഞത് ഇനിയും റിട്ടേണിംഗ് വാളുകൾ നിർമ്മിച്ചിട്ട് മാത്രമേ നിർമ്മിതി തുടങ്ങേണ്ടൂ എന്നുള്ള വലിയൊരു ആശ്വാസവാക്കാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നെ വീണ്ടും നമുക്ക് കാണാൻ കഴിഞ്ഞത് വീരമലക്കുന്നിന്റെ മുകൾ ഭാഗത്ത് തട്ടെടുക്കുന്നത് ഇവിടെ വന്നപ്പോഴാണ് ഇതിന്റെ കാര്യങ്ങൾ ഒന്നുകൂടെ മനസ്സിലായത്. അപകടകരമായ രീതിയിലാണ് ശരിക്കും ഇതിന്റെ തട്ടുകളെടുത്ത് കല്ലുകളൊക്കെ സൂക്ഷിച്ചിട്ടുള്ളത്. കല്ലുകൾ ഏത് സമയത്തും ഇടിഞ്ഞ് താഴേക്ക് വീഴാൻ പറ്റുന്ന വീണ്ടും അപകടം വരുന്ന രീതിയിലേക്കാണ് അവർ വലിയ വലിയ പാറക്കെട്ടുകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അത് കമ്പനിയുടെ ശ്രദ്ധയിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലും നമുക്ക് പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വീരമലക്കുന്നിനെ തകർത്തുകൊണ്ടുള്ള നിലവിലെ ദേശീയപാത അലൈൻമെന്റ് മാറ്റി സമീപത്തെ വയലിലൂടെ മേൽപ്പാതയായി നിർമ്മിക്കണമെന്നായിരുന്നു നാട്ടുകാരുടെ പ്രധാന ആവശ്യം. അതിൽ പുതിയ എന്തൊക്കെ വർക്ക് അവർ ചെയ്യുന്നുണ്ട്, പക്ഷെ എത്രമാത്രം പ്രായോഗികമാണ്, എത്രമാത്രം വിജയപ്രദമാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാരണം ഇത്രയും കാലത്തായ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അത് എത്രമാത്രം പ്രായോഗികമാണ് എന്ന് നമുക്ക് വലിയ വിശ്വാസമില്ല. 2 മാസം മുമ്പായ മണ്ണിടിച്ചിലിൽ അത്ഭുതകരമായാണ് യാത്രക്കാർ ഉൾപ്പെടെ രക്ഷപ്പെട്ടത്. ഇടിഞ്ഞ മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്യാൻ പോലും ദേശീയപാത അതോറിറ്റിയോ നിർമ്മാണ കമ്പനിയോ ഇതുവരെ തയ്യാറായിട്ടില്ല. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.